അടുത്ത ചോദ്യം ഡോക്ടർ സാക്കിർ നായിക്കിനോടാണ്. ഹിന്ദു മതഗ്രന്ഥങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന അവതാര സങ്കല്പം എന്താണെന്ന് വിശദീകരിക്കുമോ? കൽക്കി അവതാരം എന്ന് പറയുന്നതുകൊണ്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പായി മറ്റൊരു കാര്യം സൂചിപ്പിക്കുകയാണ്. ഒരു മെഡിക്കൽ ഡോക്ടർ എന്ന നിലയ്ക്ക് ഞാനൊരു കാര്യം പറയുകയാണ്. അതായത് ഗർഭപാത്രത്തിനകത്ത് വെച്ച് തന്നെ കുഞ്ഞിന് കേൾക്കാൻ കഴിയും എന്ന വസ്തുതയാണത്. 5-ാം മാസത്തിൽ തന്നെ ഗർഭസ്ഥ ശിശുവിന്റെ ചെവികൾ തുറക്കപ്പെടുന്നുണ്ട്. ഖുർആനിലെ 76-ാം അധ്യായത്തിലെ 2-ാം വചനം ഇതിലേക്ക് സൂചന നൽകുന്നുണ്ട്. അങ്ങനെ അവനെ നാം കേൾവിയുള്ളവനും കാഴ്ചയുള്ളവനുമാക്കിയിരിക്കുന്നു. ആദ്യം കേൾവിയാണ് പറഞ്ഞിരിക്കുന്നത്, പിന്നീടാണ് കാഴ്ചയെ പരാമർശിക്കുന്നത്. ഗർഭധാരണത്തിന്റെ 22-ാം ദിവസത്തിൽ തന്നെ ചെവികൾ രൂപപ്പെടാൻ ആരംഭിക്കുന്നു. 5-ാം മാസത്തിൽ അവയുടെ വളർച്ച പൂർണ്ണമാവുകയും കുഞ്ഞിന് കേൾക്കാൻ കഴിയുകയും ചെയ്യും. അതുകൊണ്ടാണ് ഗർഭിണികൾ അക്രമാസക്തമായ രംഗങ്ങൾ നിറഞ്ഞ സിനിമകൾ കാണരുതെന്നും അത് കുഞ്ഞിനെ ബാധിക്കുമെന്നും ഈ രംഗത്ത് പഠനം നടത്തിയവർ പറയുന്നത്. ചുരുക്കത്തിൽ നേരത്തെ ചോദ്യം ചോദിച്ച സഹോദരിയുടെ വാദഗതികളോട് ഞാൻ വിയോജിക്കുന്നു. അവതാര സങ്കല്പത്തെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അവതാരം എന്ന പദം ഔ, തൃ എന്നീ സംസ്കൃത പദങ്ങളിൽ നിന്നാണ് നിഷ്പന്നമായിരിക്കുന്നത്. താഴേക്കിറങ്ങി വരുന്നത് എന്ന് ഈ പദത്തിന് അർത്ഥം പറയാം. ഭൂരിപക്ഷം ഹിന്ദുക്കളും സർവശക്തനായ ദൈവം ശാരീരിക രൂപം സ്വീകരിച്ച് ഭൂമിയിൽ വരുന്നു എന്ന അർത്ഥത്തിലാണ് അവതാര സങ്കല്പത്തെ മനസ്സിലാക്കുന്നത്. അവതാരം എന്ന സംജ്ഞ ദൈവം നേരിട്ട് വരുന്നതിനെയല്ല കുറിക്കുന്നതെന്നും പരമേശ്വരൻ തന്റെ ദൂതന്മാരായി ചില മനുഷ്യരെ ഭൂമിയിലേക്ക് അയക്കുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നതെന്നും വാദിക്കുന്ന ഹിന്ദു പണ്ഡിതന്മാരുമുണ്ട്, ഋഷിമാരെ പോലെ. ഖുർആൻ പഠിപ്പിക്കുന്നത് അള്ളാഹു മനുഷ്യരിൽ നിന്ന് ചിലർക്ക് ബോധനം നൽകി അവരെ ദേവദൂതന്മാരായി തിരഞ്ഞെടുക്കുന്നു എന്നാണ്. ഇങ്ങനെ അയക്കപ്പെട്ട മനുഷ്യരായ പ്രവാചകന്മാരിലാണ് മുസ്ലിംകൾ വിശ്വസിക്കുന്നത്. ഖുർആനിലെ 35-ാം അധ്യായത്തിലെ 24-ാം വചനം കാണുക. ഒരു താക്കീതുകാരൻ കഴിഞ്ഞു പോകാത്ത ഒരു സമുദായവുമില്ല. ഖുർആനിലെ 13-ാം അധ്യായത്തിലെ 7-ാം വചനം കാണുക. എല്ലാ ജനവിഭാഗത്തിനുമുണ്ട് ഒരു മാർഗദർശി. നിരവധി പണ്ഡിതന്മാരും ഋഷിമാരും ഭൂമുഖത്തേക്ക് കടന്നുവന്നതിനെക്കുറിച്ച് ഹിന്ദുവേദങ്ങളും സംസാരിക്കുന്നുണ്ട്. അവരിലൊരാളാണ് കൽക്കി അവതാരം. ഭാഗവത പുരാണം 12-ാം കാണ്ഡം 2-ാം അധ്യായത്തിലെ 18 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങളിൽ കൽക്കിയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ കാണാം. സിംഫാല നഗരത്തിൽ നഗരമുഖ്യനായ വിഷ്ണുയാഷ് എന്നയാളുടെ വീട്ടിലാണ് അദ്ദേഹത്തിന്റെ ജനനമുണ്ടാവുകയെന്നും അദ്ദേഹത്തിന്റെ പേര് കൽക്കി എന്നാകും. അദ്ദേഹത്തിന് 8 അമാനുഷിക ഗുണങ്ങൾ നൽകപ്പെടുമെന്നും കയ്യിൽ വാളേന്തി ഒരു വെള്ളക്കുതിരയുടെ പുറത്ത് സഞ്ചരിക്കുമെന്നും ദുഷ്ടജനങ്ങളെ നശിപ്പിക്കുമെന്നുമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതേ പുസ്തകത്തിൽ 1-ാം കാണ്ഡത്തിലെ 3-ാം അധ്യായത്തിലെ 25-ാമത്തെ ശ്ലോകത്തിൽ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത് രാജാക്കന്മാർ കൊള്ളക്കാരെ പോലെ പെരുമാറാൻ തുടങ്ങുന്ന കലിയുഗത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനമുണ്ടാവുക എന്നാണ്. കൽക്കി പുരാണം 2-ാം അധ്യായത്തിലെ 4-ാം വചനത്തിൽ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് വിഷ്ണുയാഷ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു. കൽക്കി പുരാണം 2-ാം അധ്യായത്തിലെ 5-ാം വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തെ സഹായിക്കുന്നതിന് 4 അനുചരന്മാർ അദ്ദേഹത്തിനുണ്ടായിരിക്കുമെന്നാണ്. യുദ്ധക്കളത്തിൽ ദേവതമാരുടെ, അതായത് മാലാഖമാരുടെ സഹായം അദ്ദേഹത്തിന് ലഭിക്കുമെന്ന് അതേ കൽക്കി പുരാണത്തിലെ തന്നെ 2-ാം അധ്യായത്തിലെ 7-ാം വചനത്തിൽ പറഞ്ഞിരിക്കുന്നു. കൽക്കി പുരാണം 2-ാം അധ്യായത്തിലെ 11-ാം വചനത്തിൽ വിഷ്ണുയാഷിന്റെ വീട്ടിൽ സുമതിയുടെ ഗർഭപാത്രത്തിലാണ് അദ്ദേഹം ജനിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു. കൽക്കി പുരാണം 2-ാം അധ്യായത്തിലെ 15-ാം വചനത്തിൽ മാധവമാസം 12-നാണ് അദ്ദേഹം ജനിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു. ചുരുക്കത്തിൽ കൽക്കിയുടെ പിതാവിന്റെ പേരായി പറഞ്ഞിരിക്കുന്നത് വിഷ്ണുയാഷ് എന്നാണല്ലോ. ദൈവത്തെ ആരാധിക്കുന്നവൻ എന്നാണ് ഈ പദത്തിനർത്ഥം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിന്റെ പേര് അബ്ദുള്ള എന്നായിരുന്നു. അതിന്റെ അർത്ഥവും ദൈവദാസൻ എന്നാണ്. അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര് സുമതി എന്നാണ്. അതിന്റെ അർത്ഥം ശാന്തി അടഞ്ഞവൾ എന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവിന്റെ പേര് ആമിന എന്നാണ്. അതിന്റെ അർത്ഥവും ശാന്തി അടഞ്ഞവൾ എന്നു തന്നെയാണ്. അദ്ദേഹത്തിന്റെ ജനനം സംഫാല നഗരത്തിലാണെന്ന് പറഞ്ഞിരിക്കുന്നു. സംഫാലയുടെ അർത്ഥം ശാന്തിയുടെ സ്ഥലമെന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവും ദാറുൽ അമൻ എന്ന് വിശേഷിക്കപ്പെട്ട മക്കയിലാണ്. അതിന്റെ അർത്ഥം ശാന്തിയുടെ ഗേഹം എന്ന് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ജനനം സംഫാലയിലെ നഗരമുഖ്യന്റെ വീട്ടിലായിരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവും മക്കയിലെ നഗരമുഖ്യന്റെ വീട്ടിലായിരുന്നു. അദ്ദേഹം മാധവമാസം 12-നാണ് ജനിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജനിച്ചത് റബിയുൽ അവ്വൽ 12-നാണെന്ന്. പിന്നെ അദ്ദേഹം അവസാനത്തെ ഋഷിയായിരിക്കുമെന്ന് പറയപ്പെടുന്നു. നമുക്കറിയാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആനിലെ 33-ാം അധ്യായത്തിലെ 40-ാമത്തെ വചനം പറയുന്നത് മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനും പ്രവാചകന്മാരിൽ അവസാനത്തെ ആളുമാകുന്നു. പിന്നെ പറയുന്നത് അദ്ദേഹത്തിന് ഒരു ഗുഹയിൽ വെച്ച് ദിവ്യ വെളിപാട് ലഭിക്കുമെന്നും വടക്ക് ഭാഗത്തേക്ക് അദ്ദേഹം പലായനം ചെയ്യുമെന്നും പിന്നീട് തിരിച്ചു വരുമെന്നുമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യമായി വഹി ലഭിച്ചത് ജബലുൻ നൂറിലെ ഒരു ഗുഹയിൽ വെച്ചായിരുന്നുവെന്നും വടക്ക് ഭാഗത്തേക്ക്, അതായത് മദീനയിലേക്ക് അദ്ദേഹം പലായനം നടത്തിയെന്നും പിന്നീട് തിരിച്ചുവന്നുവെന്നും നമുക്കറിയാം. 8 അമാനുഷിക ഗുണങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകുമെന്നാണ് പിന്നീട് പറഞ്ഞിരിക്കുന്നത്.
ഇവിടെ പറഞ്ഞിരിക്കുന്ന 8 എണ്ണം വിവേകം, ആത്മനിയന്ത്രണം, ജ്ഞാനപ്രചരണം, ആദരണീയമായ പാരമ്പര്യം, അളവറ്റ ദയാപരത തുടങ്ങിയവയാണ്. ഈ സവിശേഷത മുഴുവൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പ്രതിഫലിച്ചിരുന്നുവെന്ന് കാണാൻ കഴിയും. പിന്നെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം മനുഷ്യകുലത്തിന്റെ മുഴുവൻ മാർഗദർശിയായിരിക്കുമെന്നാണ്. ഇതേ കാര്യം ഖുർആനിലെ 34 അധ്യായത്തിലെ 28 വചനത്തിൽ പറയുന്നു. മനുഷ്യരിലേക്ക് മുഴുവനായിട്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല. പിന്നെ പറയുന്നത് അദ്ദേഹത്തിന് വെള്ളക്കുതിര ഉണ്ടായിരിക്കുമെന്നാണ്. നമുക്കറിയാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വെള്ളക്കുതിര ഉണ്ടായിരുന്നു. അദ്ദേഹം തന്റെ വാൾ വലത് കൈയിലായിരിക്കും പിടിക്കുക എന്നാണ് പിന്നെ പറഞ്ഞിട്ടുള്ളത്. പ്രതിരോധത്തിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരവധി യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, വലത് കൈയിൽ വാളേന്തിക്കൊണ്ട് തന്നെ. 4 അനുചരന്മാരാൽ അദ്ദേഹം സഹായിക്കപ്പെടും എന്ന വചനം അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി എന്നിവരാൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ പറയുന്നത് അദ്ദേഹം ദേവതമാരാൽ സഹായിക്കപ്പെടുമെന്നാണ്. നമുക്കറിയാം മുഹമ്മദ് നബി ബദർ യുദ്ധത്തിൽ മാലാഖമാരാൽ സഹായിക്കപ്പെട്ടിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ അധ്യായം 3 123 മുതൽ 125 വരെയും അധ്യായം 8 മുതൽ 9 വരെയും ഈ സംഭവം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ കൽക്കി അവതാരത്തെക്കുറിച്ചുള്ള ഈ പ്രവചനങ്ങൾ മുഴുവൻ അന്ത്യപ്രവാചകനായി ഈ ലോകത്തിലേക്ക് കടന്നുവന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വിരൽ ചൂണ്ടുന്നു.